أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് എറണാകുളം മേഖല അമീർ ജനാബ് ബി അഹമ്മദ് കബീർ സാഹിബ് അവർകൾ, വേദിയിൽ ഉപവിഷ്ടരായ അഹമ്മദിയ മുസ്ലിം യുവജന വിഭാഗത്തിൻ്റെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ജനാബ് സി ഷമീം സാഹിബ് അവർകൾ, യുവ പണ്ഡിതനായ മൗലവി സുൽത്താൻ നസീർ സാഹിബ് അവർകൾ, മറ്റു സ്നേഹാദരങ്ങൾ നിറഞ്ഞ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കേരളക്കരയിൽ മുസ്ലിങ്ങൾക്കിടയിൽ വളരെ സജീവമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് നാം ഇന്നിവിടെ പ്രതിപാദിക്കുന്നത്. ജിന്ന് എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് പല വിധത്തിലുള്ള കാഴ്ചപ്പാടുകളും വിശ്വാസ വൈജാത്യങ്ങളും നമ്മുടെ നാട്ടിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏതുവരെ എന്നാൽ ജിന്ന് മനുഷ്യ ശരീരത്തിൽ കയറിക്കൂടുമെന്നും അങ്ങനെ കയറിക്കൂടിയ ജിന്നിനെ അടിച്ച് ഇറക്കണമെന്നും തുടർന്ന് അവസാനമായി അത് തൗഹീദ്, ശിർക്ക്, വിശ്വാസം, അവിശ്വാസം എന്ന അടിസ്ഥാനപരമായ വിഷയങ്ങളെ വരെ ആലങ്കാരികമായി പറഞ്ഞാൽ ജിന്ന് ബാധിച്ചിരിക്കുകയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചൂടേറിയ വാഗ്വാദങ്ങളും തെരുവോര പ്രസംഗങ്ങളും കണ്ടിട്ടുള്ള, ശ്രവിച്ചിട്ടുള്ള, അതല്ലെങ്കിൽ ലിഖിത രൂപേണയുള്ള ഏതെങ്കിലും ലേഖനങ്ങൾ വായിച്ചിട്ടുള്ള ആളുകൾ എന്ന നിലക്ക് മാന്യ ശ്രോതാക്കളോട് ആദ്യമായി ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, നാം ഇന്നിവിടെ ചർച്ച ചെയ്യുന്ന രൂപത്തിൽ ജിന്ന് വിശുദ്ധ ഖുർആന്റെ ഒരു അത്ഭുത ദൃഷ്ടാന്തം എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് ഒരു പ്രഭാഷണം നിങ്ങൾ ഇതിനു മുമ്പ് ശ്രവിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ലേഖനം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? അവിടെയെല്ലാം നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ ചർച്ചകളിലെല്ലാം തന്നെ നമുക്ക് കേൾക്കുവാൻ സാധിക്കുന്നത് മുസ്ലിങ്ങളെ പരസ്പരം കാഫിറോ മുശ്രിക്കോ ആക്കുവാനും തെരുവോര പ്രസംഗങ്ങളിലൂടെ പരസ്പരം ആക്ഷേപഹാസ്യങ്ങളിലൂടെ ചെളിവാരി എറിയുന്നതുമാണ് നമുക്കവിടെ ദർശിക്കാൻ കഴിയുന്നത്. നാം അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം ഖാതമുൻ നബിയീൻ ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തിരുമേനിയുടെ പ്രവചനപ്രകാരം ആഗതരായ വാഗ്ദത്ത മഹദി മസീഹ് ഹസ്രത്ത് മിർസ ഗുലാം അഹമ്മദുൽ ഖാദിയാനി അലൈഹി സ്വലാത്തു വസ്സലാമിനാൽ സ്ഥാപിതമായ അഹമ്മദിയ മുസ്ലിം ജമാഅത്തിനല്ലാതെ മറ്റാർക്കാണ് ജിന്ന് എന്ന ഈ വിഷയത്തെ കാലിക പ്രസക്തമാക്കിക്കൊണ്ട് മറ്റ് അമുസ്ലിം സഹോദരന്മാർക്ക് മുന്നിൽ നിന്നുകൊണ്ട് ഇതാ വിശുദ്ധ ഖുർആന്റെ ഒരു അത്ഭുത ദൃഷ്ടാന്തം എന്ന് പറയാൻ സാധിക്കുക? വാഗ്ദത്ത മഹദി മസീഹ് ഹസ്രത്ത് മിർസ ഗുലാം അഹമ്മദുൽ ഖാദിയാനി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിന്റെ 4ാമത്തെ ഖലീഫയായിരുന്ന ഹസ്രത്ത് മിർസ ത്വാഹിർ അഹമ്മദ് റഹ്മഹുല്ലാഹു തആല തിരുമനസ്സിനാൽ വിരചിതമായ വെളിപാട്, യുക്തി, ജ്ഞാനം, സത്യം എന്ന ഗ്രന്ഥം ലോകത്ത് ഇന്നേ വരെ രചിക്കപ്പെട്ടിട്ടുള്ളതിൽ ആധുനിക ശാസ്ത്ര സമൂഹത്തെയും അതേപോലെ തന്നെ നാസ്തികവാദത്തെയും പ്രത്യേകമായും ലോകത്തിലുള്ള മുഴുവൻ വിജ്ഞാന കുതുകികളെ പ്രത്യേകമായും അഭിസംബോധന ചെയ്തുകൊണ്ട് ഇസ്ലാമിൻ്റെ ഭാഗത്ത് നിന്ന് വിശുദ്ധ ഖുർആന്റെ സത്യത തെളിയിച്ചുകൊണ്ട് എഴുതപ്പെട്ടിട്ടുള്ളതിൽ ഏറ്റവും ശ്രേഷ്ഠതരമായ ഗ്രന്ഥമെന്ന് നിഷ്പക്ഷ ബുദ്ധികൾ ഒന്നടങ്കം വിധി എഴുതിയ ഈ ഗ്രന്ഥം അറബി, ഉറുദു, മലയാളം ഭാഷകളിൽ തർജ്ജമ ചെയ്തുകൊണ്ട് ലോകത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്ലാമിൻ്റെ സത്യതയ്ക്കുള്ള ആശയത്തിൻ്റെ ഒരു കൊടുങ്കാറ്റായി അലയടിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഗ്രന്ഥം, അതിൽ ജിന്ന് എന്ന വിഷയത്തെ അതിൻ്റെ ഒരു ചാപ്റ്ററിൽ അത് വിശുദ്ധ ഖുർആന്റെ അത്ഭുത ദൃഷ്ടാന്തത്തിനുള്ള തെളിവായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ മറുവശത്ത് നാം കാണുന്നത് എന്താണ്? ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കേരളക്കരയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളിൽ
എല്ലാ ഗ്രൂപ്പുകാരും ആധാരമാക്കുന്ന ഒരു ഗ്രന്ഥമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ജിന്നും ഷെയ്ത്താനും. അത് രചിച്ചത് മുഹമ്മദ് അമാനി മൗലവി അവർകളാണ്. അദ്ദേഹം എഴുതിയ വിശുദ്ധ ഖുർആൻ വിവരണത്തിന്റെ ജിന്ന് എന്ന വിഷയത്തിന്റെ ക്രോഡീകരണമാണ് ഈ ഗ്രന്ഥത്തിലെ പ്രതിപാദ്യം. ഇതിൽ ഗ്രന്ഥകർത്താക്കൾ തന്നെ അതല്ലെങ്കിൽ പ്രസാധകർ തന്നെ ഈ ഗ്രന്ഥത്തെ സംബന്ധിച്ച് അവകാശപ്പെടുന്നത് സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരെ അത് നീക്കുന്നതിന് വേണ്ടി പടപൊരുതുന്ന ഒരു ഗ്രന്ഥമായിട്ടാണ് ഇതിനെ അവതരിപ്പിക്കുന്നത്. അവർ പറയുകയാണ്, ജിന്നും ഷെയ്ത്താനും സംബന്ധിച്ചുള്ള പല വികല ധാരണകളും പണ്ട് മുതലേ സമൂഹം പുലർത്തിപ്പോരുന്നുണ്ട്. വർത്തമാനകാലത്തും സമൂഹം അതിൽ നിന്ന് മുക്തി നേടിയിട്ടില്ല. ഇതിന്റെ പേരിൽ പ്രചരിച്ചിട്ടുള്ള അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ ചെയ്യാൻ സമൂഹത്തെ പ്രേരിപ്പിക്കുകയാണ്. പൗരോഹിത്യം ഒരു ചൂഷണോപാധിയായി അതിനെ ഉപയോഗിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അത് മാറ്റുന്നതിന് വേണ്ടിയാണ് ഈ ഗ്രന്ഥം. ഇസ്ലാമിക ദൃഷ്ട്യാ ജിന്നുകൾ എന്താണെന്ന് പഠിപ്പിക്കാനാണ് ഈ ഗ്രന്ഥം രചിച്ചിട്ടുള്ളത്. ഇതിനെയാണ് ഇപ്പോൾ എല്ലാ ഗ്രൂപ്പുകാരും ഒരേപോലെ അംഗീകരിച്ച് ആദരിച്ചു പോരുന്നത്. അപ്പോൾ ഇവിടെ കാണുന്നത് അന്ധവിശ്വാസത്തെ, അനാചാരത്തെ ഇല്ലാതാക്കാനാണ് അവർ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതെന്നാണ്. എന്നാൽ അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് ഈ വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കുന്നത് അതിൽ നിന്ന് എത്രയോ അകലത്തിൽ, എത്രയോ ഉന്നത നിലവാരത്തിൽ വിശുദ്ധ ഖുർആന്റെ അമാനുഷികമായ ദൃഷ്ടാന്തം മുഴു ലോകത്തിനും ഒരു മുഅ്ജിസത്തായി സമർപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഈ വിഷയങ്ങളെ ആമുഖമായി ഞങ്ങൾ ഇത് പറയാനുള്ള കാരണം, ഈ വിഷയങ്ങളെ ഇതേവരെ സസൂക്ഷ്മം നിരീക്ഷിച്ചിട്ടുള്ള മാന്യ ശ്രോതാക്കൾ അവർ അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് കൈകാര്യം ചെയ്യുന്നത് ഏറ്റവും ശ്രേഷ്ഠതരമായ ഒരു കാര്യമാണ്. അത് വിശുദ്ധ ഖുർആന്റെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അഭിമാനത്തിന്റെ ഒരു പ്രശ്നമാണ്, സത്യസാക്ഷ്യത്തിന്റെ ഒരു പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞ ഗ്രന്ഥം ഒരാവർത്തി വായിച്ചു നോക്കും. അതേപോലെ തന്നെ ഞങ്ങളുടെ നിരീക്ഷണങ്ങൾ സസൂക്ഷ്മം ശ്രവിക്കും എന്ന് പ്രതീക്ഷിക്കുകയും അതേപോലെ തന്നെ അതിനുവേണ്ടി അപേക്ഷിക്കുകയും ചെയ്യുകയാണ്. ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നമ്മുടെ വിഷയം ബഹുമാനപ്പെട്ട അധ്യക്ഷൻ അവർ ഇവിടെ പറയുകയുണ്ടായി, ജിന്ന് വിശുദ്ധ ഖുർആന്റെ ഒരു അത്ഭുത ദൃഷ്ടാന്തം എന്നുള്ളതാണ്. അതിൽ ആദ്യമായി ജിന്ന് എന്ന പദം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അറബി ഭാഷയിൽ നാം മനസ്സിലാക്കണം, ജീമ്, നൂന് എന്നീ 3 കേവലാക്ഷരങ്ങൾ കൂടിയാണ് ജിന്ന് എന്ന പദം ഉണ്ടായിട്ടുള്ളത്. ഇത് ജന്ന എന്ന റൂട്ടിൽ നിന്നാണ് ജിന്ന് എന്ന പദം നിഷ്പന്നമായിട്ടുള്ളത്. അറബി ഭാഷയിൽ ജീമ്, നൂന് എന്നീ കേവലാക്ഷരങ്ങളിൽ നിന്ന് രൂപം കൊള്ളുന്ന പദങ്ങൾ പൊതുവെ ബാഹ്യാവസ്ഥയിലുള്ള അല്ലെങ്കിൽ ബാഹ്യേന്ദ്രിയങ്ങളിൽ നിന്ന് എന്തെങ്കിലും മറക്കുക, മൂടുക എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കപ്പെടാറുള്ളത്. ഉദാഹരണമായി ഹൃദയത്തെ സംബന്ധിച്ച് ജനാൻ എന്ന് പറയുന്നു. അതേപോലെ തന്നെ ഗർഭാവസ്ഥയിലുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ച് ആ കുട്ടി മറഞ്ഞിരിക്കുന്നത് കൊണ്ട് അറബി ഭാഷയിൽ ജനീൻ എന്ന് പറയുന്നു. ഇത് ജീമ്, നൂന് എന്നീ അക്ഷരങ്ങൾ കൂടി ഉണ്ടായതാണ്. അതേപോലെ തന്നെ പരിചയെ സംബന്ധിച്ച് ജുന്നത്തുൻ, അത് പരിച യോദ്ധാവിനെ മറക്കുന്നത് കൊണ്ട് ജുന്നത്തുൻ എന്ന് പറയുന്നു. ഭ്രാന്തിനെ സംബന്ധിച്ച് ജുനൂൻ എന്ന് പറയുന്നു. ഭ്രാന്തനെ അറബി ഭാഷയിൽ മജ്നൂൻ എന്ന് പറയുന്നു. അത് യഥാർത്ഥ ബുദ്ധി അവനിൽ നിന്ന് മറഞ്ഞിരിക്കുന്നത് കൊണ്ട് ജുനൂൻ അല്ലെങ്കിൽ മജ്നൂൻ എന്ന് പറയുന്നു. അതേപോലെ തന്നെ പാമ്പിനെ കുറിച്ച് ജാന്ന് എന്ന് അറബി ഭാഷയിൽ പറയുന്നു. അപ്പോൾ അതേപോലെ തന്നെ അറബി നിഘണ്ടുക്കൾ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, അൽ മഖ്ബൂർ, ഖബറിൽ അടക്കം ചെയ്യപ്പെട്ട ആളെ ഈ പദം ഉപയോഗിച്ച് വിവക്ഷിക്കപ്പെടുന്നു. അപ്പോൾ ഭ്രൂണാവസ്ഥയിൽ മാതാവിന്റെ ഗർഭാശയത്തിലുള്ള ഒരു കുട്ടിയെ മുതൽ മറയടക്കപ്പെട്ട ഒരാളെ സംബന്ധിച്ച് വരെ ഉപയോഗിക്കാവുന്ന പദങ്ങൾ ജീമ്, നൂന് എന്നീ 3 അക്ഷരങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണെന്ന് അറബി ഭാഷയെ സംബന്ധിച്ച് മനസ്സിലാക്കിയാൽ നമുക്ക് തെളിയുന്നതാണ്. വിശുദ്ധ ഖുർആനിൽ തന്നെ ഈ പദം പല രൂപത്തിൽ പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ 6-ാം അധ്യായം സൂറത്ത് അൻആമിലെ 77-ാം വചനത്തിൽ ഫലമ്മ ജന്ന അലൈഹിൽ ലൈലു, ജന്ന എന്ന പദം അവിടെ പ്രയോഗിച്ചിട്ടുള്ളത് രാവ് അദ്ദേഹത്തെ ഇരുൾ മൂടിയപ്പോൾ, അന്ധകാര നിബിഡമായപ്പോൾ, മറച്ചപ്പോൾ എന്ന അർത്ഥത്തിലാണ്. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ 53-ാം അധ്യായം 33-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നത് വ ഇത് അൻതും അജിന്നത്തുൻ ഫി ബുത്തൂനി ഉമ്മഹാത്തിക്കും, അള്ളാഹു പറയുന്നു നിങ്ങൾ മാതാക്കളുടെ ഗർഭാശയത്തിൽ അജിന്നത്തുൻ, ഭ്രൂണം അല്ലെങ്കിൽ കുട്ടിയായിരുന്നപ്പോൾ അത് നിങ്ങൾ സ്മരിക്കുക എന്നാണ്. അവിടെ ഉപയോഗിച്ച പദം അജിന്നത്ത് എന്നാണ്. ഇതേ പദമാണ് അവിടെ പ്രയോഗിക്കുന്നത്. അപ്പോൾ അറബി ഭാഷയിലും അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിലും നിഘണ്ടുക്കളിലും ഇതുമായി ബന്ധപ്പെട്ട പദങ്ങൾ നാം പരിശോധിക്കുകയാണെങ്കിൽ അത് തീർച്ചയായും ഏതെങ്കിലും തരത്തിൽ മറവിൽ നിലകൊള്ളുന്ന ഒരു വസ്തുവെ സംബന്ധിച്ച് ബാഹ്യാവസ്ഥയിൽ നിന്നോ അല്ലെങ്കിൽ ബാഹ്യ മനുഷ്യന്റെ ഇന്ദ്രിയങ്ങളിൽ നിന്നോ
ഏതെങ്കിലും രൂപത്തിൽ അത് പരിപൂർണമായി മറഞ്ഞിരിക്കേണ്ടതാണ് എന്നൊരു നിബന്ധന ഭാഷയിൽ വെക്കപ്പെട്ടിട്ടില്ല. ഏതെങ്കിലും രൂപത്തിൽ മറഞ്ഞിരിക്കുന്ന വസ്തുക്കളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നതിനായാണ് ജിന്ന്, ജീമ്, നൂന് ചേർത്തുള്ള പദങ്ങൾ അറബി ഭാഷയിൽ പ്രയോഗിച്ചിട്ടുള്ളത്. ഇനി ജിന്ന്, അൽ ജിന്ന് എന്ന പദത്തിന് എന്താണ് അർത്ഥം എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അത് മനസ്സിലാക്കുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള ജിന്നും ഷെയ്ത്താനും എന്ന ഈ ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ട അമാനി മൗലവി സാഹിബ് അദ്ദേഹം എഴുതുകയാണ്. അതിന്റെ പേജ് 9-ാമത്തെ പേജിൽ എഴുതുകയാണ്, ഇനി ജിന്ന് എന്ന വാക്കിന് നിഘണ്ടുക്കളിലുള്ള ബാഹ്യ അർത്ഥങ്ങൾ കാണുക. അദ്ദേഹം നിഘണ്ടുക്കളിൽ ജിന്ന് എന്ന പദത്തിനുള്ള അർത്ഥങ്ങൾ അദ്ദേഹം ഓരോന്നോരോന്നായി ഇവിടെ പറയുകയാണ്. നിങ്ങൾക്ക് സ്ക്രീനിൽ അത് കാണാൻ സാധിക്കും. 1, മനുഷ്യർ എന്നതിന്റെ എതിരിൽ ബാഹ്യേന്ദ്രിയങ്ങളിൽ നിന്നും മറഞ്ഞു നിൽക്കുന്ന ആത്മീയ ജീവികൾ. 2, ചില ആത്മീയ ജീവികൾ. 3, മനുഷ്യർക്കും ആത്മാക്കൾക്കും ഇടയ്ക്കുള്ളതായി കരുതപ്പെടുന്ന ഒരു സൃഷ്ടി. 4, പിശാച്. 5, രാക്ഷസൻ. 6, ഭൂതം. 7, കുലദേവൻ, ദേവത, മനുഷ്യന്റെ വിപരീതമായ ജിന്ന്. വീണ്ടും പറയുന്ന വളരെ ശ്രദ്ധേയമായ ഒരു വചനമാണ്. അദ്ദേഹം എഴുതുന്നു, ഇങ്ങനെയുള്ള അർത്ഥങ്ങളല്ലാതെ മനുഷ്യരിൽപ്പെട്ട ഏതെങ്കിലും ഒരു വിഭാഗത്തിന് ജിന്ന് എന്ന വാക്ക് ഉപയോഗിക്കാമെന്നു കാണിക്കുന്ന ഒരു അർത്ഥവും നിഘണ്ടുക്കളിൽ കാണുന്നില്ല. വളരെ വ്യക്തമായി നാം മനസ്സിലാക്കണം, ഇങ്ങനെയുള്ള അർത്ഥങ്ങളിലല്ലാതെ, അതായത് മുകളിൽ പറഞ്ഞ ഈ അർത്ഥങ്ങളിലല്ലാതെ മനുഷ്യരിൽപ്പെട്ട ഏതെങ്കിലും ഒരു വിഭാഗത്തിന് ജിന്ന് എന്ന വാക്ക് ഉപയോഗിക്കാമെന്ന് കാണിക്കുന്ന ഒരു അർത്ഥവും നിഘണ്ടുക്കളിൽ കാണുന്നില്ല. അപ്പോൾ ഈ അവകാശവാദം ശരിയാണോ തെറ്റാണോ എന്നാണ് നാം ആദ്യമേ പരിശോധിക്കേണ്ടത്. അതിന് നിഘണ്ടുക്കളിൽ കാണുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞതുകൊണ്ട് നിഘണ്ടുക്കളെ തന്നെ നോക്കാൻ നാം നിർബന്ധിതരാണ്. അമാനി മൗലവി സാഹിബ് അദ്ദേഹത്തിന്റെ തഫ്സീർ എഴുതുന്ന ഈ കാലഘട്ടത്തിൽ തന്നെ ജീവിച്ച ആധുനിക ഭാഷാ പണ്ഡിതനായ അബ്ദുൽ മന്നാൻ ഉമർ സാഹിബ്, അദ്ദേഹത്തിന്റെ ഡിക്ഷണറി ഓഫ് ഹോളി ഖുറാന്റെ ആദ്യ പേജാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. അദ്ദേഹം ആ പുസ്തകത്തിന്റെ അവതാരികയിൽ അദ്ദേഹം എഴുതുകയാണ്, അത് വിശുദ്ധ ഖുർആനിലെ പ്രയോഗിച്ചിട്ടുള്ള പദങ്ങൾക്കുള്ള ഡിക്ഷണറിയാണ്. ആ പദങ്ങൾ മാത്രമാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. അതിൽ അദ്ദേഹം ആധാരമാക്കുന്നത് അറബി ഭാഷയിലെ സുപ്രസിദ്ധ നിഘണ്ടുക്കളെയാണ്. അദ്ദേഹം ആധാരമാക്കിയിട്ടുള്ള 4 നിഘണ്ടുക്കൾ നമുക്കതിൽ കാണാൻ സാധിക്കും. 1, അൽ മുഫ്രദാത്ത് എന്നാൽ ഏറ്റവും പ്രസിദ്ധമായ ഒരു ഇമാം റാഗിബ് റഹ്മത്തുള്ളാഹി തആല ഒരു മനസ്സ് എഴുതിയ ഗ്രന്ഥം, ഒരു ഡിക്ഷണറിയാണ്. അത് വിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് മാത്രമുള്ള പദങ്ങളെ വിശദീകരിക്കുന്ന ഡിക്ഷണറിയാണ്. 2ാമത് ലിസാനുൽ അറബ്, 3 താജുൽ അറൂസ്, പിന്നെ ലെയിൻ ഇംഗ്ലീഷ് അറബിക് ഡിക്ഷണറി. അറബി ഭാഷയിലെ ഏറ്റവും ആധികാരികമായിട്ടുള്ള 4 ഡിക്ഷണറികൾ അടിസ്ഥാനമാക്കി അബ്ദുൽ മന്നാൻ ഉമർ സാഹിബ് രചിച്ച ദ ഡിക്ഷണറി ഓഫ് ഹോളി ഖുർആൻ എന്ന ഗ്രന്ഥത്തിൽ ജിന്ന് എന്ന പദത്തിന് എന്താണ് അർത്ഥം പറഞ്ഞിട്ടുള്ളത് എന്ന് കാണുന്നത് വളരെ കൗതുകകരമായിരിക്കും. നിങ്ങൾക്കത് ഇതിൽ കാണാൻ സാധിക്കും. അദ്ദേഹം പറയുന്നു, ജന്ന എന്ന വാക്കിൻ ഹെഡിങ്ങിൽ കൊടുത്ത് അദ്ദേഹം പറയുന്നു, ടു ബി ഡാർക്ക്, കവർ, റാപ്പ്, കൺസീൽ. വീണ്ടും പറയുകയാണ്, ഗാർഡൻ, പാരഡൈസ്, ജിന്ന്, ജീനിയസ്, എനി ഹിഡൻ തിങ്, ഇന്റൻസ് ഓർ കൺഫ്യൂസിംഗ് ഡാർക്ക്നെസ്. അദ്ദേഹം തുടർന്ന് പറയുകയാണ്, ജയം, അതായത് അണുക്കളെ സംബന്ധിച്ച് ഈ പദം പറയാൻ സാധിക്കും. ഇമാജിനറി ബീയിങ്സ് ഹൂം ദ ഇൻഫിഡൽസ് വർഷിപ്പ്, അതായത് മക്ക മുശ്രിക്കീങ്ങൾ അവർ ആരാധിച്ചിരുന്ന വസ്തുക്കളെ സംബന്ധിച്ച് പറയാൻ സാധിക്കും. തുടർന്ന് പറയുകയാണ്, യഥാർത്ഥ സംസ്കാര ശൂന്യരായ ജനങ്ങളെ സംബന്ധിച്ച് ആ പദം ഉപയോഗിക്കാൻ സാധിക്കും. പീപ്പിൾ ഹു ഇൻഹാബിറ്റഡ് ദ എർത്ത് ഇൻ പ്രീ ഹിസ്റ്റോറിക് ടൈംസ്, അതായത് നമുക്ക് മുമ്പേ ഭൂമിയിൽ ജീവിച്ചിരുന്ന മനുഷ്യരെ സംബന്ധിച്ച് ജിന്ന് എന്ന് പറയാൻ സാധിക്കും. വീണ്ടും പറയുകയാണ്, ജൂസ് ഓഫ് നാസിബീനിലെ ജൂതന്മാരെ സംബന്ധിച്ച് ജിന്ന് എന്ന് പറയാൻ സാധിക്കും. വീണ്ടും അദ്ദേഹം ഒരു അറബി ഭാഷയിലെ ഏറ്റവും ആധികാരികമായ നിഘണ്ടു കോട്ട് ചെയ്യുകയാണ്. ഇബ്നു മൻസൂർ അദ്ദേഹം എഴുതുന്നു, ഇൻ ഹിസ് ഡിക്ഷണറി ലിസാൻ അൽ അറബ് എന്ന ഡിക്ഷണറിയിൽ ഇബ്നു മൻസൂർ എഴുതുകയാണ്, ഹാസ് കോട്ടഡ് എ വേഴ്സ് ഓഫ് ആൻ ആൻഷ്യന്റ് പോയറ്റ് ഇൻ വിച്ച് ഹി കോൾസ് ഹിസ് ബിലവഡ് ബൈ ദ വേർഡ് ഓഫ് ജിന്നി. അതായത് ഇബ്നു മൻസൂർ അദ്ദേഹത്തിന്റെ ലിസാൻ അൽ അറബ് എന്ന നിഘണ്ടുവിൽ പ്രിയതമയെ സംബന്ധിച്ച് ജിന്നി എന്ന പദത്തിലാണ് വിളിച്ചിട്ടുള്ളത്. എന്റെ ജിന്നെ, അതായത് ഭാര്യയെ സംബന്ധിച്ച്, ഒരു സ്ത്രീയെ സംബന്ധിച്ച് ജിന്നി എന്ന് പറയാമെന്ന് അറബി ഭാഷയിലെ ഏറ്റവും ആധികാരിക നിഘണ്ടുവായ ലിസാൻ അൽ അറബിലുണ്ട് എന്ന് ഇദ്ദേഹം എടുത്തുദ്ധരിക്കുകയാണ്. അതേപോലെ തന്നെ നിങ്ങൾ കാണാൻ സാധിക്കും, അതേ കാലഘട്ടത്തിൽ തന്നെ എഴുതപ്പെട്ട മറ്റൊരു നിഘണ്ടുവാണ് നിങ്ങൾ കാണുന്നത്, ലുവാത്തുൽ ഖുർആൻ. അത് GA പർവേസ് സാഹിബ് എഴുതിയതാണ്. ഇത് അറബി ഉറുദു നിഘണ്ടുവാണ്.
അതിൽ ജിന്നി എന്ന പദത്തെ സംബന്ധിച്ച് വിശദമായ പഠനം അദ്ദേഹം നടത്തിയിട്ട് പറയുകയാണ്, ഇത് പല രൂപത്തിലുള്ള നോർമാഡിക് ട്രൈബ്സിനെ സംബന്ധിച്ചും ജിപ്സീസ്, അതായത് മനുഷ്യരിൽ നിന്ന് ഒരു പ്രത്യേക അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന മനുഷ്യരിൽപ്പെട്ട ഒരു വർഗത്തെ സംബന്ധിച്ചും ഒരു പ്രത്യേക രീതിയിലുള്ള ഗോത്രവർഗങ്ങളെ സംബന്ധിച്ചെല്ലാം തന്നെ ഈ ജിന്നി എന്ന പദം പ്രയോഗിക്കാൻ സാധിക്കുമെന്ന് ആധുനിക നിഘണ്ടുക്കളായ അൽ ലുവാത്തുൽ ഖുർആനിലും അതേപോലെ തന്നെ ഡിക്ഷണറി ഓഫ് ഹോളി ഖുർആനിലും വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകാം, ഇതൊരു പക്ഷേ ഏതെങ്കിലും പുത്തൻവാദികളാൽ രചിക്കപ്പെട്ട നിഘണ്ടുക്കളായിരിക്കും. അമാനി മൗലവി സാഹിബ് ഒരുപക്ഷെ ഉദ്ദേശിച്ചത് അറബി ഭാഷയിലെ ക്ലാസിക് നിഘണ്ടുക്കളെ ആയിരിക്കും എന്നൊരു സംശയം ഒരുപക്ഷെ നിങ്ങൾക്കുണ്ടാകാം. അതുകൊണ്ട് ആ സംശയം കൂടി നിവാരണം ചെയ്യപ്പെടേണ്ടത് അത്യാവശ്യമാണ് ഒരു വിധി ഒരു മഹാപണ്ഡിതനെ സംബന്ധിച്ച് പറയുന്നതിന് മുമ്പ്. അതുകൊണ്ട് നമ്മൾ ആ ക്ലാസിക് ഡിക്ഷണറിയിലേക്ക് തന്നെ നാം ശ്രദ്ധിക്കുകയാണ്. ഇത് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ആൻ അറബിക് ഇംഗ്ലീഷ് ലെക്സിക്കോൺ. ഇത് ലെയ്ൻ എന്ന അദ്ദേഹത്തിന്റെ നീണ്ട 30 വർഷത്തെ കഠിന നിരീക്ഷണങ്ങളിലൂടെ അറബി ഭാഷ വളരെ അടുത്ത് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം 30 വർഷങ്ങൾ എടുത്ത് രചിച്ച ഡിക്ഷണറിയാണ് ലെയ്ൻ ഇംഗ്ലീഷ് അറബിക് ഡിക്ഷണറി. ഇത് യഥാർത്ഥത്തിൽ ലോകത്തെ തർക്കമില്ലാത്ത രീതിയിൽ മുസ്ലിം സമൂഹം ഒന്നടങ്കം അംഗീകരിക്കുന്ന ഒരു നിഘണ്ടുവാണ്. ലോകത്ത് മുസ്ലിം ഖുർആൻ പരിഭാഷകർ എല്ലാവരും തന്നെ അംഗീകരിക്കുന്ന ഒരു നിഘണ്ടുവാണ് ലെയ്ൻ ഇംഗ്ലീഷ് അറബിക് നിഘണ്ടു. അതിൽ ജിന്ന് എന്ന പദത്തെ സംബന്ധിച്ച് ഈ പേജിൽ കാണുന്നത് മുഴുവൻ വളരെ വലിയ പേജാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ആ പ്രത്യേക ഭാഗമാണ് ഇവിടെ എടുത്തുദ്ധരിക്കുന്നത്. ആ ഡിക്ഷണറിയിൽ ജിന്ന് എന്ന വിഷയത്തെ സംബന്ധിച്ച് അദ്ദേഹം പറയുകയാണ്, ദ സെയിങ് ഓഫ് മൂസബിൻ ജബീർ. മൂസബിൻ ജബീർ എന്ന ആളുടെ ഒരു കൗല് അദ്ദേഹം എടുത്ത് ഉദ്ധരിക്കുന്നു. ഫമാ നഫർത്ത് ജിന്നി വലാ ഫുല്ല മിബ്രദി. അദ്ദേഹം അതിന് അർത്ഥം കൊടുക്കുന്നത് മേ മീൻ ആൻഡ് മൈ കമ്പാനിയൻസ് ഹൂ വെർ ലൈക്ക് ജിൻ. അതായത് എൻ്റെ ജിന്നെ എന്ന് ആ മൂസബിൻ ജബീർ വിളിച്ചത് മേ മീൻ മൈ കമ്പാനിയൻസ്, അതായത് എൻ്റെ അനുചര സംഘമേ എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ഹൂ വെർ ലൈക്ക് ദ ജിൻ, അത് ജിന്നിനെ പോലെയുള്ള എൻ്റെ സഹാബിമാരെ, എൻ്റെ അനുചര സംഘമേ, ആ അനുചര സംഘത്തെ ഉപയോഗിച്ചാണ് ഫമാ നഫർത്ത് ജിന്നി എന്ന് എൻ്റെ ജിന്നുകൾ പറന്നുപോയി എന്ന് അദ്ദേഹം പറഞ്ഞത് എൻ്റെ അനുചര സംഘത്തെ ഉദ്ദേശിച്ചാണ് എന്നാണ് ലെയ്ൻ ഇംഗ്ലീഷ് അറബിക് ഡിക്ഷണറിയിൽ ജിന്നി എന്ന വാക്കിന് കീഴെ കൊടുക്കുന്ന അർത്ഥം. അപ്പോൾ വളരെ വ്യക്തമായി ഇവിടെ നമ്മൾ മനസ്സിലാക്കി, സ്ത്രീകളെ സംബന്ധിച്ചും ഗോത്രവർഗങ്ങളെ സംബന്ധിച്ചും അതേപോലെ തന്നെ സഹാബിമാരെ സംബന്ധിച്ചും ശിഷ്യന്മാരെ സംബന്ധിച്ചെല്ലാം തന്നെ അറബി ഭാഷയിൽ ഈ പദം പ്രയോഗിച്ചതായിട്ട് നിഘണ്ടുക്കളിലെല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അദ്ദേഹം എഴുതുകയാണ്, ആ ലെയ്ൻ ഇംഗ്ലീഷ് അറബിക് നിഘണ്ടുവിൽ എഴുതുകയാണ്, ദ അറബ്സ് ലൈക്കൻ എ മാൻ ഹു ഈസ് ഷാർപ്പ് ആൻഡ് എഫക്റ്റീവ് ഇൻ അഫയേഴ്സ് ടു എ ജിന്നി ആൻഡ് എ ഷൈത്താൻ. അതായത് അറബികൾ അത് മനുഷ്യരിൽപ്പെട്ട വളരെ ഷാർപ്പായി ചിന്തിക്കാൻ കഴിയുന്ന മനുഷ്യരെ സംബന്ധിച്ച് ജിന്ന് എന്നും ഷെയ്ത്താൻ എന്നും പറയാറുണ്ട്, അറബികൾ ഉദാഹരിക്കാറുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ നമ്മൾ ഒന്നുകൂടി പഠിച്ചു, ഗോത്രവർഗക്കാരെ സംബന്ധിച്ചും സ്ത്രീകളെ സംബന്ധിച്ചും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ അനുചര സംഘത്തെ സംബന്ധിച്ചും പറയുന്നു എന്നതിനേക്കാൾ ഉപരിയായി മനുഷ്യരിൽപ്പെട്ട വളരെ കഴിവുകളുള്ള ആളുകളെ സംബന്ധിച്ചും ജിന്ന് എന്ന പദം പ്രയോഗിക്കാമെന്ന് ലെയ്ൻ ഇംഗ്ലീഷ് അറബിക് നിഘണ്ടുവിൽ ജിന്ന് എന്ന പദത്തിന് കീഴെ എഴുതുകയാണ്. തീർന്നില്ല, അദ്ദേഹം വീണ്ടും ഒരു കവിത ഉദ്ധരിക്കുകയാണ്. അറബി ഭാഷയിലെ ഒരു പൗരാണിക കവിത അദ്ദേഹത്തിന്റെ ഈ ഡിക്ഷണറിയിൽ എടുത്തു കൊടുക്കുകയാണ്. വൈഹക്കി യാ ജിന്നി ഹൽ ബദാലക്കി. അതിന്റെ അർത്ഥം അദ്ദേഹം പറയുന്നതാണ് ഓ ജിന്നിയ. അതിന്റെ അർത്ഥം അദ്ദേഹം പറയുന്നത് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് എ വുമൻ റിസംബ്ലിങ് എ ജിൻ, അതായത് ജിന്നിനെ പോലെ ഇരിക്കുന്ന ഒരു സ്ത്രീയെയാണ് അവിടെ ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ആ കവിതയിൽ ജിന്നി എന്ന് വിളിച്ചത് ഒരു സ്ത്രീയെ കുറിച്ചാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ സ്ത്രീയുടെ സൗന്ദര്യം മറച്ചു വെച്ചിട്ടുള്ളത് കൊണ്ട് സ്ത്രീയെ സംബന്ധിച്ച് ജിന്നി എന്ന പൗരാണിക കവിതയിൽ പ്രയോഗിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി നമുക്ക് ഇവരെല്ലാം ഉദ്ധരിക്കുന്ന, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആധുനിക ഗവേഷകരും പണ്ഡിതന്മാരെല്ലാം തന്നെ ആധാരമാക്കുന്ന അറബി ഭാഷയുടെ ക്ലാസിക് ഡിക്ഷണറി, അറബിക് ടു അറബിക് ഡിക്ഷണറി പരതിയാലും അതെല്ലാം ബേസ് ചെയ്തുകൊണ്ടാണ് ഈ നേരത്തെ പറഞ്ഞ നിഘണ്ടുക്കളെല്ലാം തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത്. അത് പരതിയാലും ഈ പറയപ്പെട്ട അർത്ഥങ്ങളെല്ലാം തന്നെ വളരെ വ്യക്തമായി നമുക്കവിടെ കാണാൻ കഴിയുന്നതാണ്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ലിസാനുൽ അറബ് എന്ന ഗ്രന്ഥമാണ്. അതിന്റെ പേര് കേൾക്കാത്തവ മുസ്ലിങ്ങളിൽ വളരെ കുറവായിരിക്കും. അതിൽ ജിന്നി എന്ന പദത്തിന് അർത്ഥമായിട്ട് അദ്ദേഹം എഴുതുകയാണ് കൗലുഹു വൈഹക്കി യാ ജിന്നി ഹൽ ബദാലക്കി. എന്നിട്ട് പറയുന്നു ഇന്നമ അറാദമ്ര കൽ ജിന്നിയ. അതായത് ഈ
ഈ പ്രയോഗത്തിൽ ജിന്നി, എൻ്റെ ജിന്നെ എന്ന് വിളിക്കപ്പെട്ടിട്ടുള്ളത് ഇന്നമ അറാദ അമ്രഅതൻ കൽ ജിന്നിയ, അത് സ്ത്രീയെ ഉദ്ദേശിച്ചാണ് ജിന്നി എന്ന് ആ പ്രയോഗത്തിൽ ഒരു പ്രയോഗം ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത് അതൊരു സ്ത്രീയെ ഉദ്ദേശിച്ചാണ് ആ ജിന്നി എന്ന പ്രയോഗം അവിടെ നടത്തിയിട്ടുള്ളത് എന്ന് ആരാണ് എഴുതുന്നത്? ലിസാനുൽ അറബിൽ ഇബ്നു മൻസൂറാണ് എഴുതുന്നത്. വീണ്ടും നിങ്ങൾ നോക്കുക, അദ്ദേഹം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള ലിസാൻ അറബിൽ തന്നെ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള ഫമാ നഫർദ് ജിന്നി വല ഫുല്ല മിബ്രദി എന്ന ആ ശകലം കൂടി അദ്ദേഹം വീണ്ടും ഉദ്ധരിക്കുകയും നേരത്തെ ലൈൻ ഇംഗ്ലീഷ് അറബിക് ഡിക്ഷണറിയിൽ ഇത് എടുത്തുദ്ധരിച്ചിട്ട് ഇതിന് എൻ്റെ കമ്പാനിയൻസ്, എൻ്റെ അനുചരന്മാർ, ശിഷ്യന്മാർ എന്നർത്ഥം പറഞ്ഞതായി നാം കാണുകയുണ്ടായി. ഇവിടെ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത് മറ്റൊരു അറബി ഭാഷയിലെ ക്ലാസിക് നിഘണ്ടുവായ താജുൽ ഉറൂസ് ആണ്. അതിൽ ജിന്ന് എന്ന പദത്തിന് കീഴെ നേരത്തെ പറഞ്ഞ അതേ കൗലുകളെല്ലാം തന്നെ എടുത്തു കൊടുത്തിട്ട് പറയുന്നു വയ്യാഹിക്ക് യാ ജിന്നി ഹൽ ബദാലക്കി. അതിന് അദ്ദേഹം അർത്ഥം പറയുന്നത് ഇന്നമ അറാദ ഇമ്രഅതൻ കൽ ജിന്നിയ ഇമ്മാ ലി ജമാലിഹ ഔ ഫി തലവുനിഹ. അതായത് സ്ത്രീയെ സംബന്ധിച്ച് സ്ത്രീയുടെ നിറങ്ങളും അതേപോലെ തന്നെ അവരുടെ സൗന്ദര്യവും മറക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് സ്ത്രീയെ സംബന്ധിച്ച് വൈഹക്കി യാ ജിന്നി, എൻ്റെ ജിന്നെ എന്ന് വിളിക്കാൻ സാധിക്കും. അങ്ങനെ ഭാഷയിൽ പ്രയോഗമുണ്ട് എന്നാണ് താജുൽ ഉറൂസ് എന്ന നിഘണ്ടുവിൽ കാണുന്നത്. അതിന്റെ പേജാണ് ഇപ്പോൾ സ്ക്രീനിൽ നാം കണ്ടത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം. ഇനി അമാനി മൗലവി സാഹിബ് എഴുതിയത് ഒന്നുകൂടി നമുക്ക് വായിക്കാം. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയുള്ള അർത്ഥങ്ങളല്ലാതെ മനുഷ്യരിൽപ്പെട്ട ഏതെങ്കിലും ഒരു വിഭാഗത്തിന് ജിന്ന് എന്ന വാക്ക് ഉപയോഗിക്കാമെന്ന് കാണിക്കുന്ന ഒരു അർത്ഥവും അറബി നിഘണ്ടുക്കളിൽ കാണുന്നില്ല എന്നാണ് അദ്ദേഹം എഴുതിയത്. അപ്പോൾ നമ്മെ സംബന്ധിച്ച് യാതൊരു സംശയവുമില്ലാത്തൊരു കാര്യമാണ്, സ്ത്രീകൾ തീർച്ചയായും മനുഷ്യരിൽപ്പെട്ടതാണ്. അതേപോലെ തന്നെ ജൂതന്മാർ മനുഷ്യരിൽപ്പെട്ടതാണ്, ഗോത്രവർഗക്കാർ മനുഷ്യരിൽപ്പെട്ടതാണ്, പൗരാണിക സമൂഹത്തിൽ ജീവിച്ചിരുന്ന ആളുകൾ മനുഷ്യരിൽപ്പെട്ടതാണ്, അറബികളുടെ അനുചര സംഘം മനുഷ്യരിൽപ്പെട്ടതാണ് എന്ന് നമുക്ക് തീർച്ചയുള്ളത് കൊണ്ട് നിശ്ചയമായും അറബി ഭാഷാ നിഘണ്ടുക്കളുടെ അടിസ്ഥാനത്തിൽ തന്നെ ഈ വാദം തെറ്റാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. തീർച്ചയായും അദ്ദേഹം പറഞ്ഞിട്ടുള്ള അർത്ഥങ്ങളെല്ലാം തന്നെ മനുഷ്യന് വിപരീതമായിട്ടുള്ളൊരു സൃഷ്ടി എന്ന അർത്ഥം തീർച്ചയായും വളരെ കൂടുതലായിട്ട് തന്നെ നിഘണ്ടുക്കളിൽ ഉണ്ട് എന്നുള്ള സത്യം തന്നെയാണ്. പക്ഷെ ഇവിടെ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത് ഇങ്ങനെ ഒരു അർത്ഥം പ്രയോഗം ഭാഷയിലില്ല എന്നുള്ളത് എഴുതിയത് കൊണ്ടാണ് നാം അത് ചോദ്യം ചെയ്യുന്നത് എന്നാണ് അത് സംബന്ധമായി പറയാനുള്ളത്. പിന്നെ ഒരു സംശയം അവശേഷിക്കുന്നത് ഇതൊരു പക്ഷെ ആലങ്കാരികമായ രൂപത്തിൽ പറഞ്ഞതായി കൂടെ, നേർക്ക് നേരെയുള്ള അർത്ഥം ജിന്നിന് മനുഷ്യനെതിരിലുള്ള ബാഹ്യ സൃഷ്ടി, ഒരു ആത്മീയ സൃഷ്ടി എന്നായിക്കൂടെ, ഇത് ആലങ്കാരികമായി പറഞ്ഞതായിക്കൂടെ എന്നൊരു സംശയം അവശേഷിക്കുന്നുണ്ട്. അതിനും യഥാർത്ഥത്തിൽ അമാനി മൗലവി സാഹിബിന്റെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഗ്രൂപ്പുകാരും അംഗീകരിക്കുന്ന ഈ ഗ്രന്ഥത്തിൽ നമ്മൾ പാരായണം ചെയ്താൽ ആ സംശയവും നിലനിൽക്കുന്നതല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അദ്ദേഹം എഴുതുന്നത്, വീണ്ടും എഴുതുകയാണ്, മേൽക്കണ്ട അർത്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ താഴെ പറയുന്ന സംഗതികൾ മനസ്സിലാക്കുവാൻ കഴിയും. ഒന്ന്, ജിന്നും മനുഷ്യനും രണ്ടും പ്രത്യേക വർഗങ്ങളാണ്. ജിന്നു വർഗത്തിലെ ദുഷിച്ച ഒരു വിഭാഗമാണ് ഷെയ്ത്താൻ. എല്ലാ ജിന്നും ഷെയ്ത്താനല്ല. മനുഷ്യരിൽ ദുഷിച്ചവർക്കും ഇതര ജീവികളിൽ ദുഷിച്ചവർക്ക് തന്നെയും ഷെയ്ത്താൻ എന്ന് പറയപ്പെടും. ഇത് ഉപമാലങ്കാര പ്രയോഗമാണ് താനും. അതായത് ജിന്നിന്റെ ഷെയ്ത്താന്റെയും അർത്ഥം എടുത്ത് കോട്ട് ചെയ്തതിൽ ജിന്ന് എന്നതിന് മനുഷ്യനെതിരെയുള്ള സൃഷ്ടിയെന്നും ഷെയ്ത്താൻ എന്നതിന് ആലങ്കാരികമായി മനുഷ്യൻ എന്ന് പറയാമെന്നുമാണ് അദ്ദേഹം എഴുതുന്നത്. അപ്പോൾ ജിന്നിന് കൂടി ആലങ്കാരികമായി മനുഷ്യൻ എന്ന് പറയാം എന്ന ഒരു വിശ്വാസം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായും അതവിടെ എഴുതപ്പെടേണ്ടതായിരുന്നു. അതവിടെ എഴുതിയിട്ടില്ല. അപ്പോൾ ജിന്നിന് ഭാഷയിൽ മനുഷ്യരിൽപ്പെട്ട ഒരു വർഗത്തിനും ജിന്ന് പ്രയോഗിക്കില്ല എന്ന് അദ്ദേഹം അർത്ഥം എഴുതിയത് ആലങ്കാരികമായ പദപ്രയോഗങ്ങളെല്ലാം ഉദ്ദേശിച്ച് തന്നെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതാണ് നാം അറബി ഭാഷാ നിഘണ്ടുക്കളുടെയും മറ്റും ആധികാരിക ഡിക്ഷണറികളുടെയും എല്ലാം പേജ് നമ്മൾ സ്വയം കണ്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയത്. ജിന്നുകൾ മനുഷ്യരെ ഉദ്ദേശിച്ച് തന്നെ ജിന്ന് എന്ന പദം അത് ആലങ്കാരിക രൂപത്തിലായിക്കോട്ടെ അല്ലാതെ ആയിക്കോട്ടെ ജിന്ന് എന്ന പദം പ്രയോഗിക്കാറുണ്ട് എന്ന് നാം മനസ്സിലാക്കി കഴിഞ്ഞു.